എല്ലാവർക്കും വന്ദനം. ഉത്തരവാദിത്വത്തോടുകൂടെ ഒരു ദൈവവചന ഭാഗം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. 18-ാം സങ്കീർത്തനം 22-ാം വാക്യം. ദൈവമേ, അവിടുത്തെ വിധികളൊക്കെയും എൻ്റെ മുൻപിൽ ഉണ്ട്. ദൈവത്തിൻ്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടും ഇല്ല. പുരാതന തർജ്ജമയിൽ അവൻ്റെ വഴി, അവൻ്റെ വിധികളെന്നും അവൻ്റെ ചട്ടങ്ങളെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ തർജ്ജമയിൽ ദൈവത്തിൻ്റെ വിധികളൊക്കെയും എൻ്റെ മുൻപിൽ ഉണ്ട്, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ വിട്ട് ഞാൻ നടന്നിട്ടില്ല. ഇംഗ്ലീഷിൽ നിന്ന് വായിക്കട്ടെ, വിരോധം തോന്നരുതേ. I keep all his laws in mind. I have not turned away from his commands. ഇംഗ്ലീഷിൻ്റെ ഉപയോഗം ഇതാണ്: I keep all his laws in mind. മലയാളത്തിൽ വായിച്ചപ്പോൾ എൻ്റെ മുൻപിലുണ്ടെന്നാണ്, ഇംഗ്ലീഷ് വായിച്ചപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടെന്ന്. എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണെന്ന് നമുക്കറിയാം. എന്നാലും ഇങ്ങനെ ശാന്തമായിട്ട് പഠിക്കുന്ന സമയത്തല്ലേ ഇതൊക്കെ നമുക്കൊന്ന് നോക്കാൻ പറ്റുള്ളൂ. എനിക്കും പഠിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഈ സമയമെടുക്കുന്നത്. I keep all his laws in my mind. I keep all his laws in my mind. അപ്പോൾ മറ്റൊരു വചനം അതിനോട് ചേർന്ന് വരുന്നു: അങ്ങയോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ അങ്ങയുടെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഹൃദയം എന്നത് മൈൻഡ് തന്നെയാണെന്ന് അറിയാമല്ലോ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. രാപ്പകൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ 24/7 വേഡ് വിത്ത് മൈ മൈൻഡ് എന്ന. എപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ ഓർമ്മയും ദൈവത്തിൻ്റെ കൽപ്പനയും ശാസനയും സ്നേഹവും കരുണയും ഭാവിയും ഭൂതവും എല്ലാം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ സ്വാധീനിച്ച് നമ്മളിലൂടെ ദൈവത്തിൻ്റെ പ്രമാണം ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു ജീവിതമാണ് ശരിക്കും ദൈവം പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊരു പുസ്തകമാകണം, നിങ്ങളൊരു പുസ്തകമാകണം. സകല മനുഷ്യരും വായിക്കുന്ന ക്രിസ്തുവിൻ പത്രമാണ് നിങ്ങൾ. നിങ്ങളൊരു പുസ്തകമാകണം. അതായത് പണ്ട് കാലത്ത് ബൈബിളില്ലല്ലോ. പ്രിൻ്റ് ചെയ്തൊക്കെ എത്തിയിട്ട് നമുക്ക് മലയാളം ബൈബിൾ കിട്ടിയിട്ട് 100 കൊല്ലമല്ലേ ആയുള്ളൂ. എന്നിട്ടും കിട്ടാത്ത ഭാഷകളിലേക്ക് ഇപ്പം തർജ്ജമ നടക്കുകയല്ലേ. ഞങ്ങളും അങ്ങനെയുള്ള ചില മിനിസ്ട്രിയിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ ബൈബിളില്ലാത്തടത്ത് ഞാനും നിങ്ങളൊരു ബൈബിളായി മാറുക. I keep all his laws in my mind. മനസ്സിനകത്ത് വചനം സൂക്ഷിക്കുന്നവൻ്റെ വായിൽ നിന്ന് വരുന്നത് വചനത്തോട് ചേർന്നത് മാത്രമായിരിക്കും. ഇങ്ങനെയൊരു ജീവിത ശൈലി ദാവീദ് അവകാശപ്പെടുകയാണ്. ഞാൻ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ട് തിരിഞ്ഞു പോയിട്ടില്ല. ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ട് തിരിഞ്ഞു പോയിട്ടില്ല. ദൈവത്തിൻ്റെ പ്രമാണം എൻ്റെ മനസ്സിനെപ്പോഴും ഉണ്ട്. ഞാനതിനെ സൂക്ഷിക്കും. ഇനിയൊരു കാലത്ത് ആമേൻ, പണ്ടത്തെ ചക്രവർത്തിമാരുടെ കാലത്ത് നടന്നതുപോലെ ബൈബിൾ മുഴുവൻ കത്തിച്ചു കളയുന്നൊരു കാലം വന്നാൽ എൻ്റെ മനസ്സിൽ അവൻ്റെ വചനമുണ്ടെന്ന് പറയാൻ കഴിയുന്ന കുറച്ച് പേര് വളർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ആമേൻ.
സ്തോത്രം.